ശ്രീമതി സോയ ജോസഫ്, താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ സ്ത്രീകൾക്കിടയിൽ തൊഴിലില്ലായ്മ രൂക്ഷമാണ് എന്നുള്ളത്. പക്ഷേ ഇത്തവണത്തെ ബജറ്റിൽ സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ ഒരുപക്ഷെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കണം എന്നുള്ള പദ്ധതിയാണ്. അതനുസരിച്ചാണ് വർക്കിംഗ് വിമൻ ഹോസ്റ്റലുകളും തൊഴിലിടങ്ങളിലെ ക്രഷ് സംവിധാനവും ഒക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, സ്വയം സഹകരണ സംഘങ്ങളുടെ ഉണ്ടാക്കുന്ന വസ്തുക്കൾക്കുള്ള വിപണി കണ്ടെത്തുന്നതിനുള്ള പദ്ധതി. അതൊക്കെ തന്നെയല്ലേ അടിസ്ഥാനപരമായ നേട്ടം? അതൊക്കെ എങ്ങനെ നമുക്ക് അവഗണിക്കാൻ കഴിയും? ഞാൻ ഈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഗുരുതരമായി ബജറ്റ് മുന്നോട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വിഷയം അൺഎംപ്ലോയ്മെന്റ് തന്നെയായിരുന്നു. ആ അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിഷയങ്ങളാണ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ ബജറ്റിൽ പരിശോധിക്കുകയുണ്ടായി. അപ്പൊ അതിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഞാനിത് ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത രാഷ്ട്രീയ ധാരയിൽ നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ നിന്ന് സംസാരിക്കുന്നത് മാത്രമല്ല, ആ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന സെക്ടറിൽ നിൽക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ആകെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അവിടെ ക്രഷുകൾ ഉണ്ടാക്കും, അവർക്ക് വേണ്ടി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകൾ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് സ്ത്രീകളെ കുറെ കൂടെ റിക്രൂട്ട് ചെയ്യാനുള്ള, തൊഴിലിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ അവരെ സഹായിക്കും, ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള ഒരു വാക്കാണ് ഉപയോഗിച്ചത്. അതെ, അതിനാണ് നൈപുണ്യ വികസന പദ്ധതികൾക്കായി തുക നീക്കി വെച്ചിരിക്കുന്നത്. റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ കുറെ കൂടെ പങ്കാളിത്തം കൊടുക്കാനുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് സംവിധാനങ്ങളെ പറ്റി സംസാരിക്കുന്നില്ല. കാരണം ഇന്ന് പഴയതുപോലെയല്ല, പഴയ കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം പോലെയോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പഠിക്കുകയും മുന്നോട്ട് പോവുകയും തൊഴിൽ ചെയ്യാൻ താല്പര്യരാവുകയും ഒക്കെ ചെയ്യുന്ന കാലഘട്ടം. ശ്രീമതി സോയ ജോസഫ്, നമുക്ക് അവിടെയല്ലേ നൈപുണ്യ വികസനത്തിന്റെ പ്രാധാന്യം? അത് സ്ത്രീകളെ കേന്ദ്രീകരിച്ച് തന്നെ വിവിധ പദ്ധതികൾ വരുന്നുണ്ട്. അതിനാൽ വനിതാ സംരംഭകത്വം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് തൊഴിൽ മേഖലയെ പരിപോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയല്ലേ? അതുപോലെ ലഖ്പതി ദീദി, നമോ ഡ്രോൺ പദ്ധതികൾ, ഇതൊക്കെ തന്നെ ഇവരുടെ സമ്പൂർണ്ണ വികസനം. താങ്കൾ പറഞ്ഞതുപോലെ ഈ തൊഴിലില്ലായ്മ സ്ത്രീകൾക്കിടയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ ഉന്മൂലനം ചെയ്യാം എന്നതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ പദ്ധതികളല്ലേ? അതെ, ഞാൻ പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന തൊഴിലവസരങ്ങൾ പബ്ലിക് സെക്ടറിൽ കഴിഞ്ഞ വർഷം ഇതേ പറയുന്നത് പോലെ തൊഴിൽ മന്ത്രാലയത്തിന്റെ വകുപ്പ് മന്ത്രി പാർലമെന്റിൽ പറഞ്ഞ ഏകദേശം 10 ലക്ഷത്തോളം ഒഴിവുകൾ ഈ സർക്കാരിൽ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നികത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നില്ല. റെയിൽവേയിൽ ഇത്ര കണ്ട് ഒഴിവുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ അത് നികത്താനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യാതെ സ്കിൽ ഡെവലപ്മെന്റ് ആണ്. നൈപുണ്യ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റ് എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും അത് കൊടുക്കേണ്ടത് തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമില്ല, അതിന് ഞാൻ എതിർക്കുന്നുമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെയുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള എന്ത് പോളിസിയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ പോലും കോൺഗ്രസ് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു എങ്ങനെയാണ് സ്ത്രീകളെ ഇത്തരം തൊഴിലവസരങ്ങളിലേക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് നടത്തുക എന്ന് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരുന്നു. പിന്നെ നേരത്തെ BJP പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളോട് ഉള്ള എന്റെ വിയോജിപ്പ് കൂടെ പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ടാണ് ഇത്ര വലിയ കുതിച്ചുചാട്ടം ഈ രാജ്യത്തിന് ഉണ്ടായത് എന്ന് അവർ പറഞ്ഞു വെച്ചു. ഈ 2014 മുൻപ് ഇന്ത്യ ഉണ്ടായിരുന്നെന്നും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെന്നും ആ രാജ്യത്തിൽ 10-70 കൊല്ലം ഭരിച്ച സർക്കാർ ഉണ്ടായിരുന്നുവെന്നും ഒന്നുമില്ലാതിരുന്ന അല്ലെങ്കിൽ 0% അല്ലെങ്കിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് മൈനസിൽ കിടന്നിരുന്ന അല്ലെങ്കിൽ നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ ഇന്ന് കാണുന്ന 2014 ഗ്രോത്ത് റേറ്റിലേക്ക് പിടിച്ചുയർത്തിയത് അത് നരേന്ദ്രമോദിയും അല്ലെങ്കിൽ BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാരല്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തിന്റെ ചരിത്രമൊക്കെ കുറച്ചുകൂടി 2014 മുൻപുള്ള ചരിത്രം കുറെ കൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങൾ പലപ്പോഴും ബോധപൂർവം അത്തരമൊരു 2014 മുമ്പുള്ള ചരിത്രം മറക്കുന്ന രീതി പല ഘട്ടങ്ങളിലും ഉണ്ട്. അത് നിങ്ങൾ 14 ശേഷമാണ് ഇത്ര വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത് എന്നൊന്ന് പറഞ്ഞു വെച്ചാൽ, അല്ലെങ്കിൽ അത്തരം വാദങ്ങളെ ഒന്നും അംഗീകരിച്ചുകൊണ്ട് മിണ്ടാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനു മുൻപ് കൃത്യമായി ഈ രാജ്യത്തെ ആ മനുഷ്യരെ ഇക്കാണുന്ന നിലയിലേക്ക് പിടിച്ചുയർത്തിയതിന്റെ വലിയ ആർജവത്തിന്റെ തെളിവുകൾ, അല്ലെങ്കിൽ അത്തരം സസ്റ്റൈനബിൾ ആയിട്ട് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയതിന്റെ തെളിവുകൾ ഈ രാജ്യത്തിന്റെ മണ്ണിലുണ്ട്. അപ്പൊ അതിനെയൊന്നും നിരാകരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. വിമൻ റിസർവേഷൻ ബില്ലിനെ പറ്റി പറഞ്ഞത് നന്നായി. തീർച്ചയായും എന്താണ് വിമൻ റിസർവേഷൻ ബില്ലിന്റെ ഭാഗമായിട്ടുണ്ടായത്? എന്താണ് ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ പാർലമെന്റിലോ ഇനി വരാൻ പോകുന്ന നിയമസഭയിലോ ഒക്കെ എത്ര സ്ത്രീകൾ മത്സരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. BJPയുടെ ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഗിമ്മിക്കാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ
അല്ലെങ്കിൽ അത്തരം അതൊരു കോൺഗ്രസിന്റെ കാലത്ത് ഒരു സ്കീമായിരുന്നു. ഞങ്ങൾ അതിനെ വേറൊരു തരത്തിലേക്ക് ഒരുപാട് മോഡിഫൈ ചെയ്തു എന്ന് പറഞ്ഞു വെച്ചു. ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ പാർലമെന്റിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ, അല്ലെങ്കിൽ അത് മുന്നോട്ട് വെച്ചപ്പോ ഇനിയും നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യരെ കുഴികുത്താൻ വിടുകയാണോ എന്ന് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചയാളാണ് ഇപ്പോൾ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പൊ അത്തരം കാര്യങ്ങളെയൊന്നും ബോധപൂർവം നിരാകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. തീർച്ചയായും സ്ത്രീകൾക്ക് കുറെ കൂടെ അലോക്കേഷൻ കൊടുക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അല്ലെങ്കിൽ വളരെ കൃത്യമായ രീതിയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുന്നോട്ട് പോകലുകൾ നടത്തേണ്ട കാര്യങ്ങളൊക്കെയുണ്ട്. ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോയുമായി ബന്ധപ്പെട്ടതൊരു ക്യാമ്പയിൻ മാത്രമാണ്. ഇതിന്റെ അടിസ്ഥാനപരമായി ക്യാമ്പയിനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. അല്ലാതെ അതിന്റെ അടിസ്ഥാനപരമായി പെൺകുട്ടികളുടെ എൻറോൾമെന്റിനോ പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിലേക്ക് കടന്നു വരുന്നതിനൊന്നും ഒരു മാറ്റവും ഈ രാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ശരി.